സമയം പോയത് അറിയുന്നില്ല. ഭയങ്കര അടിപൊളി അടിപൊളി സിനിമ. ഓക്കെ ഓസ്കാർ പോയ ഓസ്കാർ കിട്ടുമായിരുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ട്? ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി പടം. നമ്പർ 1 ഡയറക്ടറായിട്ട് റസി സാറും ബെന്യാമിൻ സാറ് നമ്പർ 1 എഴുത്തുകാരനായിട്ട്. നമ്മളൊരിക്കലും പൃഥ്വിരാജാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മൾ സിനിമ കണ്ട് ആ ഫസ്റ്റ് ടൈറ്റിൽ തന്നെ നമ്മൾ നജീബിലേക്ക് തന്നെ പോവായിരുന്നു. എന്താ പറയുന്നത് അറിയില്ല. അത്രയും ഓസ്കാർ നേടിയെടുക്കാനുള്ള എല്ലാ ഇതും സിനിമയ്ക്കുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ആകാശദൂതിന് ശേഷമൊക്കെ ഭയങ്കര ഫീലിങ്സിന്റെ അങ്ങേയറ്റത്തെ ഒരു ഇതാണ്, എക്സ്ട്രീമാണ് നമ്മളിപ്പം കണ്ടത്. വേദനയോടുകൂടി എല്ലാം ഈ സിനിമ കാണാൻ പറ്റത്തില്ല. എന്റെ ഫീലിംഗ് ഒരാൾ പോലും അനങ്ങിയിട്ടില്ല തിയേറ്ററിൽ. ഞാൻ എല്ലാവരെയും വീക്ഷിക്കുന്നുണ്ടാവും. എല്ലാവരും സൈലന്റ് ആയിട്ടുണ്ട് കാണുമായിരുന്നു. ടൈറ്റിൽ തന്നെ ഫസ്റ്റ് പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ മേക്കപ്പ് ഒരു രക്ഷയില്ല. ചേട്ടാ സിനിമ എങ്ങനെയാണ്? ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ട്രൂലി എപ്പിക്. ഒന്നും പറയല്ല. പൃഥ്വിരാജ് തന്നെ അപ്പോ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. കാണുമ്പോ എന്തായാലും കരയും. കയ്യിലൊരു കുപ്പി വെള്ളം കൊണ്ടുപോകും. അതിന് ദാഹം കൊണ്ടുപോകും. പ്ലസ് ഈ 16 വർഷത്തെ ആളുടെ ഒന്നും പറയില്ല. അതിനുള്ള പടമുണ്ട്.